മരത്തിൽ കയറി ചാക്കോട്ട് പോയിട്ട് പറിക്കുമായിരുന്നു. മിക്കവാറും ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കച്ചവടമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത് കാണുമ്പം ഒരു ഭയങ്കര നൊസ്റ്റാൾജി തോന്നി. അതാണ് ഞങ്ങൾ ഇവിടെ കയറുന്നത്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി നൊസ്റ്റാൾജിയെ കാഴ്ച കാണിച്ചു തരാം. ഈ ചേട്ടൻ്റെ കച്ചവടം എന്താണെന്ന് നോക്കി, ആഞ്ഞിലി ചക്കയാണ് കേട്ടോ. പണ്ട് ഈ ആഞ്ഞിലി മരത്തിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ആഞ്ഞിലി മരത്തിൽ ഈ ഒരു ചക്ക പറിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട്, ഒരു വ്യത്യസ്തമായിട്ടുള്ള കച്ചവടം. സാധാരണ കാണാറില്ല ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ. ആഞ്ഞിലി ചക്ക വിൽക്കുന്ന ഒരു ചേട്ടൻ. ചേട്ടായുടെ പേരെന്താ? എൻ്റെ പേര് നാസർ. നാസർ, ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കച്ചവടം എന്ന് പറയുമ്പം അങ്ങനെ കാണാൻ കിട്ടാത്ത കച്ചവടങ്ങളാണ്. ഈ ആഞ്ഞിലി ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കുക. ഇത് എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? സീസൺ ടൈമിൽ മാത്രമേ ഉള്ളൂ? സീസൺ ടൈമിൽ മാത്രമേ ഉള്ളൂ. അത് എല്ലാ കൊല്ലം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജി ഒക്കെ ആണല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നുണ്ട്. അത് ഇത് പറിച്ച്